എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൊന്നൂർ, പൂനെ. നമ്മൾ കുറച്ച് ദിവസമായി ഇവിടെ വീഡിയോ അല്ലെങ്കിൽ അതുപോലെ ഷോർട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് തമ്മിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല. ഞാൻ വലിയൊരു ടൂറിലായിരുന്നു, ഒരു 10 ദിവസത്തെ ടൂറായിരുന്നു. അപ്പോൾ ടൂറിൽ ആയിരുന്ന സമയത്ത് സ്വന്തം വാഹനം ഉപയോഗിച്ച് ഹൈവേയിലൂടെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ടോൾ പ്ലാസകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലല്ലേ. നമ്മളതിനൊരു തുക അടച്ചിട്ടാണ് നമ്മളവിടെയൊക്കെ യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ടോൾ പ്ലാസയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കവർ ഒരു റെസീറ്റ് തരാറുണ്ട്. അത് നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ ഒരു റെസീറ്റ് വാങ്ങി കീശയിലിടും. എവിടെയും കാണിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ 24 hours അത് അവിടെ കാണിക്കും അല്ലേ. ഒന്നുകിൽ നമ്മൾ 24 വാങ്ങും എന്ന് പറഞ്ഞാൽ പോകാനുള്ളത് മാത്രം, അല്ലെങ്കിൽ വാങ്ങും. ഒന്നുകിൽ ഒരു മാസത്തേക്ക് മാത്രം പോകാനുള്ളത്, അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ഈ അവസ്ഥയിലാണ് നമ്മൾ വാങ്ങാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ പൈസ അടച്ചു, റെസീറ്റ് വാങ്ങിച്ചു, നമ്മൾ ആ കാര്യം വിട്ടു. എങ്കിൽ സത്യത്തിൽ അങ്ങനെയല്ല. ആ റെസീറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ആ റെസീറ്റിൻ്റെ ഏറ്റവും അടിയിൽ ഒരു മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട്. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ പൈസ കൊടുത്തു, ഓൺലൈനിൽ അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു, അപ്പോൾ അവർക്കറിയാം, വേറെ എവിടെ ചെക്ക് ചെയ്താലും നമ്മൾ ടോൾ പ്ലാസയിൽ ആ പൈസ അടച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനുള്ള അധികാരമില്ലേ? അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ നമ്മളധികം ആളുകളും അറിയാത്ത ഒരു 5 കാര്യങ്ങൾ, 5 ഉപയോഗങ്ങൾ ആ റെസീറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ആ റെസീറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ നമ്പർ നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. അവർ തരുന്ന റെസീറ്റിൻ്റെ ഏറ്റവും അവസാനം ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് ഞാനിപ്പം ഇവിടെ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ദയവായിട്ട് നോട്ട് ചെയ്യണം, കാരണം നമുക്കൊക്കെ ഉപകാരപ്രദമായ ഒരു കാര്യമാണിത്. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെസീറ്റ് ഏത് നമ്പറിലാണ് മുറിച്ചത്, ആ വണ്ടിയിലെ ഇന്ധനം തീർന്നു പോയി, പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ഗ്യാസോ പെട്ടെന്ന് തീർന്നു പോയാൽ നമ്മളവിടെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? അടുത്ത പെട്രോൾ പമ്പുണ്ടെന്ന് നോക്കും, ആരെയും വിളിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നില്ല ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് കാര്യം പറയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാനുള്ള ഇന്ധനമെങ്കിലും അവർ നമ്മുടെ അടുത്ത് എത്തിച്ചിരിക്കും. അപ്പോൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടോൾ പ്ലാസയിൽ നിന്ന് മുറിക്കുന്ന ആ റെസീറ്റിൽ ഇങ്ങനെയൊരു ഫെസിലിറ്റി ഉണ്ട്. അത് നമ്പർ 1. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞില്ലേ. രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, പെട്ടെന്ന് വയ്യാതായി, നെഞ്ചുവേദന, തലവേദന, നമുക്ക് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ ഉടനെ ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് പറയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് അയക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറെ അയക്കുകയോ അങ്ങനെ എന്തായാലും ഒരു സൗകര്യം അവർ ചെയ്തിരിക്കും. അത് അവരുടെ ആ ഒരു ഡ്യൂട്ടിയിൽ പെട്ടതാണ്. നമ്മൾ ഈ ടോൾ പ്ലാസയിൽ റെസീറ്റ് മുറിക്കുന്നതോടെ നമുക്ക് കിട്ടുന്നൊരു ഫെസിലിറ്റിയാണ്. 2 കാര്യങ്ങളായി. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനം പെട്ടെന്ന് തകരാറിലായി, നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ ഹൈവേയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ തികച്ചും നിസ്സഹായരാണ്, നമ്മൾ അറിയുന്ന ആളുകളും ഇല്ല. അങ്ങനെ അവസ്ഥ വരുമ്പോൾ ഈ മൊബൈൽ നമ്പർ തന്നെ നമുക്ക് ഉപകാരപ്രദമാവും. ആ മൊബൈൽ നമ്പറിൽ വിളിച്ച് പറയുക. ഒന്നുകിൽ അവർ മെക്കാനിക്കിനെ അയക്കും, അല്ലെങ്കിൽ
അവിടുന്ന് നമ്മുടെ വാഹനം അവിടുന്ന് മാറ്റിയിട്ട് അടുത്ത മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള വ്യവസ്ഥ അവർ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി 4-മത്തെ എന്താണ്? ഇനി നമുക്ക് എന്തെങ്കിലും യാത്രയിൽ അപകടം പറ്റി നമുക്കിനി വണ്ടിക്ക് പ്രശ്നമുണ്ടായി, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അപ്പോൾ അതുപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ വയ്യാതി ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർ ഈ മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് പറയാം. അവർ വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് നമുക്ക് ഈ ലൊക്കേഷനിലേക്ക് അയക്കും. അപ്പോൾ അത് ആ ഒരു അപകടത്തെ പറ്റിയാലും നമുക്ക് ജീവനപകടം പറ്റാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, അതിപ്പോൾ 4 കാര്യമായി. 5-മത്തെ ആണെങ്കിൽ നമുക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവുന്നു. ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല, നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടല്ല. അതേസമയം ആ റോഡിൻ്റെ ഹൈവേയുടെ നിർമ്മാണത്തിൽ എത്തിയ പിഴവുകൊണ്ടാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിന് ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഹൈവേ അതോറിറ്റിയാണ് എന്ന് കൂടി ഡിക്ലെയർ ചെയ്ത ഒരു റെസീറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ഹൈവേ അതോറിറ്റി ചെയ്തിരിക്കണം, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിരിക്കണം. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഹൈവേ അതോറിറ്റിക്കാണ് എന്ന് വ്യക്തമാക്കുന്ന റെസീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത് ഇനി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റെസീറ്റ് മുറിക്കുമ്പോൾ ആ റെസീറ്റ് സൂക്ഷിച്ച് വെക്കുക. ആ നമ്പർ, അതിനടിയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ സേവ് ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ സഞ്ചരിക്കുന്ന ആളുകൾക്കും വ്യക്തികൾക്കും അതുപോലെ വാഹനങ്ങൾക്കും ഒരു പ്രശ്നം വരാതെ നമുക്കൊക്കെ ആവശ്യമായ എല്ലാ സഹായങ്ങളും കിട്ടും. അപ്പോൾ ഇനി അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറക്കരുതേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.